ഞാൻ അല്ല പാർട്ടി ഞാൻ നാട്ടുകാരോട് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പാർട്ടി കേട്ടിട്ടുണ്ടല്ലോ, അല്ലാതെ ഞാൻ എഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തില്ല എന്നല്ല പറഞ്ഞു, എഴുതി കൊടുത്തില്ല. കണ്ടപ്പോ നമ്മൾ പലതും പറയില്ലേ. എഴുതി കൊടുത്തു അല്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും ബി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വിട്ടുപോയതല്ല. ഇനിയിപ്പോ അത് അങ്ങനെ സെക്രട്ടറി പറഞ്ഞോ? അപ്പൊ നിങ്ങളത് ഒരു സംശയത്തിലാണ്. ഞാൻ ഇനി മുഖ്യമന്ത്രി കൊടുത്ത പരാതിയും കൂടെ തരാം. നമ്മളിതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ. വെറുതെ അങ്ങനെ ഒരു സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ. ഒരു മിനിറ്റ്. അല്ലല്ല, ഞാൻ ഇപ്പൊ തന്നെ വിട്ടുതരാം. ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും വേണ്ട. മഹേഷിന്റെ ഇതിക്കൂട്ടല്ലേ, ഗ്രൂപ്പിൽ ഇങ്ങോട്ട് കൊടുക്കൂലേ? ഞാൻ തന്നെ നോക്കട്ടെ. ഗവൺമെന്റ് ഓർഡർ, CM ലെറ്റർ. അപ്പോൾ നിങ്ങളെ പരിശോധിക്കും, കറക്റ്റാണ്. അതിൽ എന്താ പറയാ, സെക്രട്ടറി പറഞ്ഞാണ് ഇതിന് വാസ്തവം. മഹേഷ് മനോരമ ഇപ്പോൾ വരും, ഒന്ന് പാസ് ചെയ്ത് കൊടുക്കണം. മഹേഷ് മനോരമ എങ്ങനെ പരസ്യമായി വന്ന ഈ ആരോപണങ്ങൾ ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല എന്ന് ഗോവിന്ദ മാഷ് സെക്രട്ടറി പറഞ്ഞു. ശരിയല്ലേ? ശരിയല്ലേ? ആ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പരസ്യമായി പറഞ്ഞത് ആ പാർട്ടി സിസ്റ്റത്തിന് എതിരാണല്ലോ. മാഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതിൽ അദ്ദേഹത്തിന് എങ്ങനെ തെറ്റ് പറയാൻ പറ്റുക? അത് കറക്റ്റാണ് പറഞ്ഞത്. അല്ല, ഞാൻ പാർട്ടിക്ക് ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കാണ് ഇതൊക്കെ ഉന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പിൽ. പാർട്ടി സംവിധാനത്തിൽ മാഷ് പറഞ്ഞ കറക്റ്റാ. ആ സംവിധാനത്തില് എന്താ മാഷ് ഉപയോഗിച്ച വാക്ക്? ഇനി പാർലമെന്ററി പാർട്ടി തുടങ്ങണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോഴാണ് പാർലമെന്ററി. അതെ, അല്ല, പാർലമെന്ററി പാർട്ടിയിൽ ഉന്നയിക്കണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനം വരെ ഞാൻ കാത്തു നിൽക്കണം. മനസ്സിലായില്ലേ? അപ്പോഴേക്കും ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് പാർലമെന്റ് സമ്മേളനം ഉണ്ടാവുള്ളൂ. അതുവരെ കാത്തിക്കാല ശേഷി ഇരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തിലൂടെ പറഞ്ഞു. അത് മാഷ് പറഞ്ഞ കറക്റ്റാ. അല്ല, ഇതിൽ നിങ്ങളെ പിന്തുണ ഉണ്ടോ? എനിക്ക് ഉണ്ടോ? അപ്പൊ പിന്നെ എല്ലാവരും പിന്തുണ ഉണ്ടാവില്ലേ? ഈ നാടിന് DYFIനെ മാത്രം എടുത്തു ചോദിക്കണം. ഈ നാട്ടിൽ എല്ലാവരും പിന്തുണ, ഈ പൊതുസമൂഹം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും. അല്ല, ഞാനത് കേട്ടില്ല. ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി, ബഹുമാനിയ സെക്രട്ടറി എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അത് കേൾക്കാതെ എനിക്ക് പറയാൻ വയ്യല്ലോ. പ്രത്യേകിച്ച് പ്രശാന്തിന്റെ ചോദ്യത്തിനൊന്നും അങ്ങനെ ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ തള്ളുന്നുണ്ടെങ്കിൽ എനിക്കൊരു മറുപടി കിട്ടും. ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ കൊടുത്തതിന്റെ റിപ്ലൈ ആണല്ലോ ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത്. പിന്നെ MLA പറഞ്ഞൊക്കെ പാർട്ടി സെക്രട്ടറി തള്ളുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണേ. നിങ്ങൾ അങ്ങനെ തള്ളൂല. അല്ല, അത് മാഷ് പറയണൊക്കെ പാർട്ടി തീരുമാനമല്ലേ? ഞാൻ പറയണ മാതിരി മാഷൊക്കെ നീ വിളിച്ചു പറയാൻ പറ്റും. അതേ ഈ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന്റെ ഭാഗമല്ലേ. ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നൊക്കെ എനിക്ക് എന്ത് പറഞ്ഞൂടെ? ആ ഒരു എന്താ പറയാ, എന്റെ ആ പൊതുപ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. മാഷ് പറയുന്നത് പാർട്ടിയുടെ ചട്ടക്കൂടിന് വിരുദ്ധമായിട്ട് തന്നെയാണ് എന്റെ എന്താ പറയാ, അങ്ങനെ ആ പാർട്ടിയിൽ പരാതി അതിനൊരു സംവിധാനം സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്നല്ലോ. ഞാൻ എത്തിയിട്ടില്ലല്ലോ.